ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 39-ാം ദിവസം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 14 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 1 കോരിന്ത്യർ 10-14 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 1 കോരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം എടുക്കുന്നു. 31-ാമത്തെ വാക്യം: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. സകലവും ദൈവമഹത്വത്തിന് എന്നൊരു തലക്കെട്ടുകൂടി ഈ ധ്യാനചിന്ത നമുക്ക് തുടങ്ങാം. ഗ്രീസിലെ സുപ്രധാനമായ നഗരമായിരുന്ന കോരിന്ത് വാണിജ്യ കേന്ദ്രങ്ങൾ കൊണ്ടും ക്ഷേത്രങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. പ്രത്യേകിച്ച് അഫ്രൊഡൈറ്റ് ക്ഷേത്രത്തിൽ ധാരാളം ദൈവദാസികളുണ്ടായിരുന്നു. സമ്പത്ത് കൊണ്ടും ഉന്നതമെങ്കിലും സന്മാർഗികമായി അധംപതിച്ച സ്ഥലമായിരുന്നു കോരിന്ത്. ഈ കോരിന്തിൽ പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 1.5 വർഷം താമസിച്ചു. സഭ സ്ഥാപിച്ചു. സഭ വേഗം വളർന്നു. അതോടെ അഭിപ്രായ ഭിന്നതകളും ഉയർന്നു. സഭയിലെ പ്രശ്നങ്ങൾക്കും അധാർമികമായ സാമൂഹിക ചുറ്റുപാടുകൾക്കും ശമനം വരുത്തുവാനുള്ള പൗലോസിൻ്റെ പരിശ്രമമത്രേ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ. വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിന് സഹായകരമായ 3 ലഘുചിന്തകൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി വാക്യം 16 മുതൽ 17 വരെ. ഒന്നാമത്തെ ചിന്തയായി ദൈവപുത്രനെ നാം അറിയുക. ദൈവപുത്രനെ അറിയുക. യേശു കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്കുള്ള വഴിയെ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ യാഥാർത്ഥ്യത്തിൽ ക്രിസ്തുവിനെ അറിയുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യാം. ക്രിസ്തുവിൻ്റെ ശരീരം നമുക്കായി കുർബാനയായി രക്ഷയ്ക്ക് നിദാനമായി തീർന്നതിനെ പൗലോസ് വീണ്ടും ഊന്നൽ നൽകുകയാണിവിടെ. ദൈവപുത്രനായി ക്രിസ്തുവിനെ അറിയാതെയുള്ള നമ്മുടെ ആരാധനയും ജീവിതവും അർത്ഥശൂന്യമാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ അറിവുകൾ ക്രിസ്തുവിൽ വളരുമ്പോൾ അത്രേ ആത്മീക ജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നത്. രണ്ടാമത്തെ ധ്യാനചിന്തയായി ദൈവം സകലത്തിനും ഉടയവൻ. വാക്യം 26. സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നുവെന്ന്. സകലത്തിനും ഉടയവനായ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയക്കുകയും ക്രൂശുമരണത്തിലൂടെ ആ ദൗത്യം പൂർത്തീകരിക്കുകയും രക്ഷ സൗജന്യമായി നമുക്ക് സമ്പാദിക്കുകയും ചെയ്തു. കോരിന്തിൻ്റെ സമ്പന്നതയും ആ ദേശത്തിൻ്റെ അധാർമിക നിലപാടുകളും കണ്ട് വേദനിച്ച പൗലോസ് അവരെ സകലത്തിനും ഉടയവനായ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. മൂന്നാമത്തെ ചിന്തയായി ദൈവനാമ മഹത്വത്തിനായി ചെയ്യുക. ദൈവമഹത്വത്തിനായി നാം ചെയ്യുക. മഹത്വത്തിൻ്റെ അധിപതിയായ ദൈവത്തെ നമ്മുടെ ആരാധന കൊണ്ടും ജീവിതം കൊണ്ടും മഹത്വപ്പെടുത്തുക എന്നത്രേ അടിസ്ഥാനപരമായ നമ്മുടെ ജീവിത ദൗത്യം. മഹാപുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും അധികാരികൾക്കും പ്രസാദമാകുവാൻ ജീവിതവും പ്രവർത്തനങ്ങളും സമർപ്പിച്ച ശൗൽ പൗലോസ് എന്ന നിലയിൽ മാനസാന്തരപ്പെട്ട് ആത്മീക വളർച്ച പ്രാപിച്ചപ്പോൾ സകല പ്രവർത്തനങ്ങളും ദൈവപ്രസാദനത്തിന് കാരണമാകും എന്ന വിശുദ്ധമായ ആത്മപ്രേരണകൾ ഈ ലേഖനത്തിലൂടെ നാം കാണുന്നു. ഈ ലേഖനത്തിൽ വെളിപ്പെട്ടു വരുന്നു. പ്രിയരെ, നാം ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ യഥാർത്ഥമായി യേശുവിനെ അറിയുവാൻ, സകലത്തിൻ്റെയും കർത്താവ് ദൈവമെന്ന് മനസ്സിലാക്കാൻ, ദൈവപ്രസാദം ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് സാധ്യമാകണം. പുത്തൻ തൂവലുകൾ ലഭിച്ച് ആകാശത്തേക്ക് പറന്നുയരുന്ന പറവകളെ പോലെ
പുത്തൻ ഇലകൾ ലഭിച്ച് ചൈതന്യം വെച്ച വൃക്ഷത്തെ പോലെ ഈ നോമ്പ് നാളുകൾ അനേക ജീവിതങ്ങൾക്കൊപ്പം നാമും ചൈതന്യത്തോടെ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് ജാഗരൂകരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടാവാം ദൈവമേ, നിന്നെ പൂർണ്ണമായി അറിഞ്ഞ് നീ സകലവും നിയന്ത്രിക്കുന്നു എന്ന സത്യം അനുദിനം ഗ്രഹിച്ച് നിനക്ക് പ്രസാദകരമായ ജീവിതം വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ. ആമേൻ.